അവൻ്റെ സിരകളിലേക്ക് ആരൊക്കെയോ ചേർന്ന് കുത്തിക്കയറ്റി. ലഹരിയുടെ അടിമയായി മരണത്തിൻ്റെ മായാലോകത്തിലേക്ക് അതിവേഗം അവൻ നടന്നു നീങ്ങി. മയക്കുമരുന്നിന് നൽകാൻ കഴിയുന്നത് മരണമാണ്. അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ട് മനസ്സിൻ്റെ താളം തെറ്റി തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഇരുട്ടുമുറികളിലേക്ക് ആരെങ്കിലും എത്തിക്കുന്നു. അതുമല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് തടവറയിലാകുന്നു. ഇതല്ലാതെ മയക്കുമരുന്നുകൾക്ക് നൽകാൻ മറ്റൊന്നില്ല. നിമിഷ നേരങ്ങളിലെ ലഹരി കവർന്നെടുക്കുന്നത് വിലപ്പെട്ട ജീവനാണ്, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് മക്കളെ. അങ്ങനെ അനൂപിൻ്റെയും വിധി മറ്റൊന്നായിരുന്നില്ല. മയക്കുമരുന്നുകളുടെ അടിമയായി അവൻ. ഒടുവിൽ മയക്കുമരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ അവൻ മോഷണത്തിനിറങ്ങിയായിരുന്നു. ഒരാളുടെ പണവും കവർന്നെടുത്ത് പോലീസിനെ വെട്ടിച്ച് ബൈക്കിൽ പറക്കുന്നതിനിടയിൽ മറ്റൊരു വാഹനത്തിലിടിച്ച് എല്ലാം അവിടെ അവസാനിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ അവൻ പോയി. നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിനൊരല്പ ആശ്വാസം കിട്ടി. അനൂപിനുണ്ടായ ദുരന്തം മറ്റൊരു കുട്ടിക്ക് ഉണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങളുണ്ട്. കേവലം ലഹരികൾക്ക് മുമ്പിൽ പണയം വെക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. ഉയരങ്ങൾ കീഴടക്കേണ്ടവരാണ് നിങ്ങൾ. വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കേണ്ടവർ. അതിനുള്ള കഴിവും ശക്തിയും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും മറക്കരുത്. അച്ഛാ, അനൂപിൻ്റെ ജീവിതം ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അതേ മക്കളെ, ലഹരി കൊണ്ട് നേടാവുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. ഒരു പ്രശ്നത്തിനും പരിഹാരമെന്ന നിലയിൽ ലഹരിയെ ആശ്രയിക്കില്ലെന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. മദ്യക്കുപ്പികളുടെ ലഹരിയിൽ വിരിയുന്ന സൗഹൃദങ്ങളിലേക്ക് ഒരിക്കലും ചുവടുകൾ വയ്ക്കരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ നന്മയ്ക്കായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് മാതാപിതാക്കളെന്ന സത്യം മറക്കരുത്. ദൈവത്തിലുള്ള സുദൃഢമായ വിശ്വാസം ലഹരിയുടെ വഴികൾ വിട്ടോടുവാൻ പ്രചോദനം പകരും. ജീവിതത്തിന് വലിയ വിലയും അർത്ഥവുമുണ്ട്. ഇനിയും നിങ്ങളേറെ യാത്ര ചെയ്യാനുള്ളവരാണ്, ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാനുള്ളവരാണ്. അത് മറക്കരുത്. ശരി അച്ഛാ, ഇക്കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ വീണ്ടും വരും. അനൂപ് നഷ്ടമായെങ്കിലും അച്ഛന് മക്കളായി ഞങ്ങൾ എന്നും ഉണ്ടാവും. ശരി മക്കളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശരി മക്കളെ, വീണ്ടും കാണാം. പോകില്ല എൻ ജീവിതം തകർക്കുന്ന പാതയിൽ വേണ്ട വേണ്ട
ഇനി വേണ്ട വൻവിനയേകും നൈമിഷിക സുഖങ്ങൾ. ഇനി സ്മോക്കിംഗ് ഒട്ടും വേണ്ട, ഇനി പാൽപ്പരാഗും വേണ്ട, മദ്യം തെല്ലും വേണ്ട, ദുഷ്കൂട്ടുകാരും വേണ്ട. എൻ ജീവിതം വിലയുള്ളത്, അത് നാശമായി കളയില്ല ഞാൻ. എൻ ജീവിതം വിലയുള്ളത്, അത് നാശമായി കളയില്ല ഞാൻ. എൻ ജീവിതം വിലയുള്ളത്, അത് നാശമായി കളയില്ല ഞാൻ. എൻ ജീവിതം വിലയുള്ളത്, അത് നാശമായി കളയില്ല ഞാൻ.